അങ്ങനെയുള്ള വാശികളൊന്നും പാടില്ല. ദുർഗേച്ചിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയാൽ അവര് പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. ആദ്യം ഇങ്ങനെ ആക്കിയത് മാമനാണ്. മാമന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം എല്ലാത്തിനും കാരണം. അതെ, മോള് പറഞ്ഞതാ ശരി. ഏട്ടന് അവനിങ്ങനെ വീർപ്പ് മൂട്ടിക്കുന്നത് സഹിച്ച് അവന് പറ്റാതായിട്ടുണ്ടാവും. എന്നോട് അച്ഛൻ കാറി എഴുന്നാ മതിയെന്ന് പറഞ്ഞതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിൽ മാമനോടും ദുർഗാമ്മയോടും എന്താ പറയണ്ടേന്ന് ഞാൻ കാണിച്ചു തരുമായിരുന്നു. അച്ഛന്റെ പാവത്താൻ ഭാവം എല്ലാത്തിനും കാരണം. ഇപ്പോഴെന്തായി? അവര് കുറ്റപ്പെടുത്തിയത് മുഴുവൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന പോലെ ആയില്ലേ? അവര് കുറ്റപ്പെടുത്തിയെന്ന് കരുതി ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ തെറ്റുകാരല്ലോ. ദൈവത്തിന്റെ മുമ്പിലല്ല, നമ്മുടെ സത്യാവസ്ഥ നമ്മള് ആ ദുർഗാമ്മയുടെ മുമ്പിൽ തന്നെ പറയണമായിരുന്നു. മതി, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ തല പൊട്ടുന്നത് പോലെ. ഇതത്ര കാര്യമാക്കാനൊന്നുമില്ല. കാര്യമാക്കണ്ടേ? ആദ്യയുടെ സ്ഥിതി ആലോചിക്കുമ്പോ എനിക്ക് വയ്യ ചേട്ടാ. ഏയ്, ഞാനിതൊന്നും ഇവിടെ ഒന്ന് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിർബന്ധിച്ചതുകൊണ്ട് പറഞ്ഞു പോയതാ. അവനെ വളർത്തിയതിൽ തെറ്റുപറ്റിപ്പോയി. തെറ്റൊന്നും പറ്റിയിട്ടില്ല. ആദിക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. എന്താ മാമന് പറ്റിയത് അത് മാത്രം അറിഞ്ഞാ മതി ആദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറാൻ. ഇനി ഈ ഒളിച്ചുകളിയും അകൽച്ചയും മാമൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആദ്യം ചിലപ്പോ നമുക്ക് കൈവിട്ടു പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ചേട്ടാ, നമ്മുടെ മോൻ, അവന് നമ്മൾ കൈമാറിയത് തെറ്റായി പോയോ? അവനൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം ശരിയാവും. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ചേട്ടാ. പ്രിയ, എന്താ ഇത്? ഇങ്ങോട്ട് നോക്ക്. അതിന് മാത്രം ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എല്ലാം ശരിയാവും. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും? എന്നെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തില്ല എല്ലാരും ചേർന്ന്. ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തെന്ന? ആ തുളസിയുടെ അവളുടെ അച്ഛന്റെ വാക്ക് കേട്ട് നീ വഴി തെറ്റി നടക്കാൻ തുടങ്ങിയതിന് ഞാൻ വഴി തെറ്റിയിട്ടൊന്നുമില്ല. അഥവാ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അച്ഛനാ. അതെ, അച്ഛനെ തുളസി എന്ത് ചെയ്തു? എന്ത് ചെയ്ത ദേഷ്യത്തില അച്ഛൻ അവൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? പറ. എന്തിനാ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ എന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത്? അതിന് മാത്രം എന്ത് തെറ്റാ തുളസി അച്ഛനോട് ചെയ്ത്? ക്രിമിനൽസിനോട് പോലും അച്ഛൻ എങ്ങനെയൊന്നും പെരുമാറാറില്ലല്ലോ. ആദ്യം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അച്ഛനാ. ആദ്യം നശിക്കുന്നുണ്ടെങ്കിൽ അതിനും കാരണക്കാരൻ അച്ഛൻ തന്നെയാ. ഒന്ന് മാറ്. രണ്ടു പേരും ചേർന്ന് എന്നെ അങ്ങോട്ട് കൊന്നു. ഇവിടെ തുളസിയോടുള്ള എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. അല്ല, ചോദിക്കാൻ മറന്നുപോയി. നിന്റെ കെട്ടിറങ്ങിയോ? ഇറങ്ങിയെങ്കിൽ പറഞ്ഞതാ. ആ വിദ്യ ഇവന്റെ അടുത്ത് കൂടി ഒന്ന് പ്രയോഗിച്ച് നോക്കാലോ. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ എന്റെ കെട്ട് അടുത്ത കാലത്തൊന്നും ഇറങ്ങും തോന്നില്ല. അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. എന്താ നിന്റെ ഉദ്ദേശം? മൂക്കറ്റൻ കള്ളം കുടിച്ച് 4 കാലിൽ നടക്കാൻ നീ എന്താ റൗഡിയാ? ആ, ചിലപ്പോ ആയെന്നിരിക്കും. ആഹാ, എന്നാലേ അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. നടക്കില്ലെങ്കിൽ വേണ്ട. നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? എന്റെ വർത്താനം കേട്ടാ തോന്നുമല്ലോ ഞാനാണ് ഇന്നലെ രാത്രി കുടിച്ചു കൂത്താടിയെന്ന്. എല്ലാവരും കൂടി എന്നെ കുടിയനാക്കും. നശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റം സ്വയം ഏറ്റെടുത്താ മതി. അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കണ്ട. ഇങ്ങനെ പോയാലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എടാ, ഭ്രാന്ത് പിടിക്കണമെങ്കിലും വേണം തലയ്ക്കകത്ത് എന്തെങ്കിലും. അതിന്റെ താളം തെറ്റുന്നവർക്കാ ഭ്രാന്ത് വരുന്നത്. അങ്ങനെ ഒരു സാധനം നിന്റെ തലയ്ക്കകത്ത് ഇല്ലാത്തോണ്ട് നിനക്ക് ഭ്രാന്ത് വരുമെന്ന് നീ പേടിക്കണ്ട. തമാശ പറയാൻ കണ്ട സമയം ഞാൻ ആകെ ടെൻഷൻ അടിച്ചൊരു വഴിക്കായി. ടെൻഷൻ നീ എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷെ വെള്ളം അടിക്കണ്ട. മതി ഉപദേശിച്ചതും കോമഡി പറഞ്ഞു നോക്കെ. ഞാൻ കോമാളിയാണല്ലോ എല്ലാവർക്കും. എന്താ മാമ ഇങ്ങനെയൊക്കെ? മാമൻ എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നേ? അതെ, കൊഞ്ചാനും ശൃംഗരിക്കാനുള്ള സ്ഥലമല്ല ഇത്. എനിക്ക് പറയാനുള്ളത് മാമൻ കേട്ടേ പറ്റൂ. ഞാനിതിൽ തിരക്കില്ല.
എന്ത് തിരക്കായാലും എനിക്കറിയണം ഞാൻ മാമനോട് എന്ത് തെറ്റാ ചെയ്തതെന്ന്. എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തരാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്ഥലമല്ല ഇതെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ വെച്ചല്ലാതെ മാമന് എനിക്ക് നേരവണ്ണം കിട്ടില്ലല്ലോ. എന്തിനാ മാമ എന്നോട് ഇത്ര ശത്രുത? എന്തിനാ എന്നെ കാണുമ്പോഴേക്കും മുഖം കറുപ്പിക്കുന്നേ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്റെ മാമൻ. ആദ്യം ഞാനും വിവാഹം കഴിക്കണമെന്ന് ഞങ്ങളെക്കാളും ആഗ്രഹിച്ചിരുന്നത് മാമനല്ലേ? എന്നിട്ടെന്താ ഇപ്പൊ ഉഴുത്ത പട്ടിയെ കാണുന്ന പോലെ എന്നെ കാണുന്നേ? ഓഫീസ് സംബന്ധമായ വിഷയങ്ങളല്ലാതെ ഞാൻ ഒന്നും ഇവിടെ സംസാരിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഓഫീസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുറത്തു പോണം. നിങ്ങളോ? മാമൻ എന്നെ എന്താ വിളിച്ചത്? നിങ്ങളെന്നോ? മാമന് ഞാൻ അത്രയ്ക്ക് അന്യായി പോയോ? ഈ കണ്ണുനീരിൽ അരിഞ്ഞു പോകുന്നവനല്ല ഞാൻ. എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? മോളെ മോളെ, ഈശ്വര, എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റിയതാ? എന്താ മോളെ നിനക്ക് പറ്റിയത്? അമ്മയോട് പറ. നീ മാമനെ കണ്ടായിരുന്നോ? ഒരു പരിചയമില്ലാത്ത ഒരാളോട് പെരുമാറുന്ന പോലെയാ മാമൻ എന്നോട് പെരുമാറിയത്. മോള് ദേവമംഗലത്ത് പോയിരുന്നോ? മാമൻ എന്തിനാ നമ്മളോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നറിയാൻ ഞാൻ മാമന്റെ ഓഫീസിൽ പോയതായിരുന്നു. കുറ്റവാളിയോട് പെരുമാറുന്നതിനേക്കാളും മോശമായിട്ടാ മാമൻ എന്നോട് പെരുമാറിയത്. എന്റെ മോള് വിഷമിക്കരുത്. മാമന്റെ മനസ്സിൽ നമ്മളെ കുറിച്ച് എന്തോ തെറ്റായ ധാരണയുണ്ടായിട്ടുണ്ട്. അല്ലാതെ മോളോട് മാമൻ അങ്ങനെയൊന്നും പെരുമാറില്ല. മാമന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതിനുവേണ്ടിയാ ഞാൻ മാമന്റെ ഓഫീസിൽ പോയത്. ആർക്കറിയാം എന്റെ ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന്? ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കേണ്ട സ്ഥലമല്ല ഇതെന്ന് പ്രത്യേകിച്ച് ജയനോട് പറഞ്ഞതിന്റെ കാര്യമുണ്ടോ? പ്രസ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കും. എനിക്കറിയണം എന്താണ് പ്രസയുടെ ഈ മാറ്റത്തിന്റെ കാരണമെന്ന്. എന്താ എന്നെ ഉപദേശിക്കുകയാണോ അതോ ചോദ്യം ചെയ്യേ? എന്താ നിന്റെ ഉദ്ദേശം? ഈ ഉപദേശം ചോദ്യം ചെയ്യുന്ന എന്റെ അടുത്ത് വേണ്ട. പ്രസയെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരാ? പിന്നെ ഉപദേശം ഈ കാലം അത്രയും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. മറ്റൊന്നും പറയാനില്ലേ, പുറത്തു പോകണം. ഇത് ഓഫീസ് ടൈമാ. അറിയാം. തുളസിമോള് എന്ത് തെറ്റാണ് പ്രസയോട് ചെയ്തത്? അവളെ ഇവിടുന്ന് ആട്ടി ഇറക്കാൻ മാത്രം എന്താണ് പ്രസയുടെ ജീവിതത്തിൽ ഉണ്ടായത്? എല്ലാരും കൂടെ വന്ന് എന്നെ ചോദ്യം ചെയ്യേ. ആദ്യയുടെ ചോദ്യം ചെയ്യലും വിസ്താരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ തുളസിയുടെ ആവട്ടെ. പിന്നെ നീയും പ്രിയയും എല്ലാരും കൂടെ വന്ന് ചോദ്യം ചെയ്യേ. പ്രതിക്കൂട്ടിൽ നിൽക്കാൻ ഞാൻ എന്താ മതിയോ? പ്രസാദ്, ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നുമില്ല. തുളസിമോൾക്ക് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. പ്രസയിൽ നിന്നും അങ്ങനൊരു പ്രതികരണം അവള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എനിക്കിപ്പോ ഇങ്ങനെ പ്രതികരിക്കാനേ പറ്റൂ. സഹിക്കാവുന്നവർ സഹിക്കുക, അല്ലാത്തവരെന്നെ ഉപേക്ഷിച്ചേക്ക്. ഈ ഒഴിഞ്ഞുമാറ്റത്തിന്റെ കാരണമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആദ്യം തുളസിയുമായുള്ള വിവാഹം നടന്നാൽ പ്രസയ്ക്ക് വല്ലതും സംഭവിക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞോ?
അല്ല ഡോ ആദി തൃക്കാക്കരപ്പനവിടെ? തൃക്കാക്കരപ്പൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എടാ എവിടെയെന്ന്? റെഡി അച്ഛാ. ആ വെക്കാം അങ്ങോട്ട് നോക്കിട്ട്. പ്രിയേ, ഇതവിടെ ചൂട്. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അതെ ചേച്ചി, ഇവിടെ പോയിട്ടോണ്ടിരുന്നാലേ ഉച്ചയാകുമ്പോഴത്തേക്ക് സദ്യ ഇറക്കുന്നതല്ലേ. ദുർഗമ്മ അവിടെ ഇരിക്കുക. ഇരുന്നാ ശരിയാവില്ല മോളെ. അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാനും ആദ്യം എല്ലാവരും ഉണ്ടാവും. അതെ, അമ്മ കൂടി ഇരുന്നാലേ പൂക്കളം പൂക്കളാവും. ആ ആ അത് ശരി. അപ്പൊ ഞാൻ മോശമാണെന്നാണോ? എടാ ഈ ഡിസൈൻ ഒക്കെ സെലക്ട് ചെയ്ത് ആരാ? ഞാനല്ലേ? ശരിയാ. ആ കണ്ടോ പ്രിയേ, ഇപ്പൊ അച്ഛനും മോനും ഒന്നായി. ഞങ്ങളൊന്നാണല്ലോ അല്ലടാ. ഇതിന്റെ നടുവിൽ വെക്കാനുള്ള പൂ വാങ്ങിച്ചില്ലേ മാമ? പൂ വാങ്ങിച്ചില്ലേ? നടുവിൽ എന്തിനാ നീ ഒരു പൂവ് അല്ലേ? അപ്പൊ പൂ നീ എന്നെ കൊണ്ട് നടുക്ക് കയറി ഇരിക്കേ. നീ തന്നെയല്ലേ ഐശ്വര്യം. അയ്യടാ, നല്ലൊരു ദിവസമായിട്ട് ഈ വളിച്ച കോമഡി ഒന്ന് നിർത്ത എന്റെ കൃഷ്ണപ്രസാദേ. അത് ശരിയാ. ഇനി അതിന്റെ പേരിൽ അടിയുണ്ടാക്കണ്ട. ആ പൂവേ, അത് ഞാനിതാ ഇപ്പൊ ആ, വയ്ക്കാം. കണ്ടോ എന്റെ അച്ഛനെ കണ്ടുപഠിക്കും. ജയശീലൻ ആ തൃക്കൈ കൊണ്ട് പൂ അങ്ങോട്ട് വെക്ക. ആ ആയിക്കോട്ടെ. അത് ശരി. അപ്പൊ ഞാൻ പുറത്തായി അല്ലേ? അതെങ്ങനെയാണല്ലോ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. കേട്ടോടൂ. അയ്യോ, അതെ, ഇനിയും വൈകിട്ട് സദ്യ റെഡിയായില്ലേന്ന് ചോദിച്ചാ ഒടുക്കം പാർസൽ വാങ്ങേണ്ടി വരും. ശരിയാ. അത് അപ്പൊ പറ്റില്ല. ഞങ്ങൾ അടുക്കളയിലൂടെ പോട്ടെ. പ്രിയേ, വാ. ഒയ്ക്കോ, ഒയ്ക്കോ. പായസം മറക്കണ്ട. ആ, വിട്ടോ. ഞാനിത് കഴിഞ്ഞിട്ട് വരാം. എടാ മതി, ഇതൊക്കെ എടുത്തോ. അതൊക്കെ നിന്റെ പണിയാ. അമ്മ എന്തായി ചെയ്യുന്നേ? ഓണമല്ലേ, ഇന്നെങ്കിലും ഞാനൊന്ന് അടുക്കളയിൽ കേറട്ടെ മോളെ. അമ്മ ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നാ മതി. ജോലിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. ആ ഞങ്ങളെത്തി. ഞങ്ങളുണ്ട്. വേഗം വാ, വേഗം വാ. ഞാനിതാ അരിഞ്ഞരിഞ്ഞു. ആ, ജയം പ്രിയയെ സഹായിക്കുന്നതുകൊണ്ട് കുക്കിങ്ങിന്റെ കാര്യത്തിൽ എക്സ്പേർട്ട് ആയിരിക്കും അല്ലേ? പ്രസാദേട്ടനെ പണ്ടേ അടുക്കള എന്ന് പറഞ്ഞ അലർജിയാ. അതെങ്ങനെ? എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാൻ എന്റെ അമ്മയോ ഈ അനിയത്തിയോ സമ്മതിച്ചിട്ടില്ല. ഇവര് വെച്ചുണ്ടാക്കുന്നത് തിന്ന് ഞാനൊരു മടിയനായി പോയി എന്ന് പറഞ്ഞാൽ മതി. മടിയനായി എന്നല്ല പറയേണ്ടത്, തടിയനായി എന്ന് പറയുന്നതായിരിക്കും ശരി. ചിരിക്കൊന്നും വേണ്ട. അമ്മയാണ്. ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ 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 ഇതാ. കുറച്ചുകൂടെ. ദയാ, പരിപ്പെടുക്ക്. ഓക്കേ. അതെ, എന്തായാലും വിളമ്പല് ജോലി നിങ്ങൾ ഏറ്റെടുത്തത് നന്നായി കേട്ടോ. ഈ ഒരു ദിവസമെങ്കിലും ആ കാര്യത്തിൽ ഞങ്ങൾക്ക് റെസ്റ്റ് കിട്ടിയല്ലോ അല്ലേ ചേച്ചി? അതെ, അത് ശരിയാ. ആ, അല്ലെങ്കിലും വീട്ടിൽ അച്ഛൻ തന്നെയാ സെർവ് ചെയ്യാറ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ഓടി അവിടുന്ന്. അല്ല ജയ, എന്തെങ്കിലും കുറവുണ്ടോ? ആ പായസം എടുക്കാൻ പറഞ്ഞു. അല്ല ഇരിക്കെ അല്ല ജയനും കൂടെ വാ. ഇരിക്കെ, ഞാൻ എടുത്തോണ്ട് വരാം.
ഉഗ്രൻ. പൈനാപ്പിൾ പച്ചടി. അടിപൊളി. വാ. അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? വേണോ? അമ്മയ്ക്ക് സാമ്പാർ വേണോ? വേണ്ട. ഒരു ചെറിയ ഫയൽ അകത്തേക്ക് കേട്ടായിരുന്നു. കഴിക്കും. എന്താ? അല്ല, ഞങ്ങൾ ഓഫീസിൽ ഒരു ഫയലിന്റെ കാര്യം. അല്ല, വേറൊന്നുമല്ല, ഒരു ചെറിയ ഫയൽ, അത്രേ ഉള്ളൂ. എന്തോ പറയുന്നേ? ഇത് ഫയലിന്റെ കാര്യമൊന്നും അല്ലമ്മേ. രണ്ടിന് കെട്ടിച്ചേരാന്ന് പറഞ്ഞല്ലേടാ, പിന്നെ ഈ ആക്രാന്തം. ഇല്ല. അയ്യോ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. എന്നൊക്കെ ഉണ്ടോ? ഓക്കെ. പ്രസാദേട്ടാ, എല്ലാ ഓർമ്മകളെയും കുഴിച്ചുകൂടാം. അല്ലാതെന്ത് ചെയ്യാൻ? കുടുംബ പരദേവതകളുടെ മുന്നിൽ വെച്ച് എനിക്ക് ചില സത്യങ്ങൾ ഏട്ടനോട് പറയാനുണ്ട്. ഏട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വരുവോ ഇല്ലയോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ. ഫോൺ കട്ട് ചെയ്തു അല്ലേ? കുടുംബ പരദൈവങ്ങളെ, പ്രസാദേട്ടന് മുന്നിൽ എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനുള്ള മനഃശക്തി തരണേ.
ഞാൻ പറയുന്നത് പ്രസാദേട്ടൻ വിശ്വസിക്കാൻ തുണയാവണേ. ദേവി, മഹാമായി. ഏട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഏട്ടൻ വാ, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം. നീ കാര്യം പറ. എനിക്ക് സമയമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറ. ഞാൻ പറയാൻ പോകുന്ന കഥ കേട്ട് ഏട്ടൻ വിഷമിക്കരുത്. ജീവിതത്തിൽ ഇന്നുവരെ എനിക്കും ജയേട്ടനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. അത് ഞാൻ പ്രസാദേട്ടനോട് കൂടി പറയാൻ പോവാ. എന്താണെങ്കിലും നീ വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഇത് കേട്ട് കഴിഞ്ഞ് പ്രസാദേട്ടൻ ചിലപ്പോ എന്നെ വെറുക്കും. അതെനിക്ക് പ്രശ്നമല്ല. അല്ലെങ്കിലും ഇപ്പോ എന്റെ ഏട്ടൻ എന്നോട് വെറുപ്പാണല്ലോ. ഒരു പക്ഷേ കേസ് കൊടുത്ത് കോടതി കയറ്റിന്നും വരും. ഏട്ടൻ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ സത്യം പറയാന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനും ജയേട്ടനും ആ വലിയ രഹസ്യത്തിന്റെ ഭാരവും പേറി നടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാം നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി തന്നെയാ ലോകത്തിൽ ഇന്നുവരെ ഒരമ്മയും ചെയ്യാത്ത ആ ക്രൂരത ഞാൻ ചെയ്തത്. എപ്പോഴെങ്കിലും ഞാനത് ഏട്ടനോട് പറഞ്ഞില്ലെങ്കിൽ ഈ ജന്മം ചിലപ്പോ എനിക്കത് പറയാൻ സാധിച്ചെന്ന് വരില്ല. വെച്ചിട്ട് അത് കാര്യം പറയുന്നുണ്ടോ നീ? തുളസിമോളുടെ ആദ്യമോന്റെ കാര്യ. അവരുടെ വിവാഹ കാര്യമാണെങ്കിൽ എനിക്ക് സമ്മതമല്ല. വിവാഹം അതിനേക്കാൾ വലിയ കാര്യ. അതിനേക്കാൾ എന്ത് വലിയ കാര്യം? എന്റെ ആദ്യമോന്റെ കാര്യത്തിൽ എനിക്ക് കുറെ കൂടി ആലോചിക്കാനുണ്ട്. ആലോചിച്ചോളൂ. പക്ഷെ ഇപ്പൊ ഏട്ടൻ പറഞ്ഞില്ലേ എന്റെ ആദ്യമോനെന്ന്? അതെ, ഞാൻ എന്റെ മകന്റെ കാര്യം നോക്കിക്കോളാം. നിന്റെ മകളുടെ കാര്യം നീയും. ഇനി മുതൽ അങ്ങനെ മുന്നോട്ട് പോകാനാ എന്റെ തീരുമാനം. എന്റെ ഏട്ടൻ ഇത്രയും അധികാരം കാണിക്കാൻ ആദ്യമോൻ ഏട്ടന്റെ മോൻ അല്ലെങ്കിലും